പ്രേക്ഷകരെ, എൻ്റെ ഒപ്പം ഉള്ളത് ചെള്ളയ്ക്കലെ എൻ്റെ ഒരു ഉപ്പാപ്പനാണ്. സി ജോർജ് എന്നാണ് പേര്. മേലുകാവ് ചരിത്രത്തിൻ്റെ ചില ഏടുകൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആദ്യമേ നമുക്ക് ഒരു ഓടിനെ കുറിച്ച് ചർച്ച ചെയ്യാം. 1885 ബാസൽ മിഷൻ അല്ലേ? ആ ബാസൽ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാസൽ മിഷൻ ഒരു CC സഭ പോലെ ഒരു മിഷനായിരുന്നു. CMS പോലെ മിഷനായിരുന്നു. ഓക്കെ. അത് ജർമ്മനിക്കാരുടെ ആയിരുന്നു ആ മിഷൻ, ബാസൽ മിഷൻ അല്ലേ? അവിടെ നിന്ന് നമ്മൾ LMS എന്ന് പറയില്ലേ, LMS CMS എന്ന് പറയില്ലേ, അതുപോലെ ഒരു മിഷനായിരുന്നു ബാസൽ മിഷൻ. അവിടെ ഒരു ഇയാളുണ്ടായിരുന്നു നമ്മളെ യൂറോപ്യൻ ബാസൽ മിഷനോടെ ഇല്ലിക്കുന്നു അങ്ങനെ സ്ഥലമൊക്കെ കേട്ടില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പം ഇതിപ്പോൾ എത്ര വർഷം? ഇത് പള്ളിയിൽ പണിത ഒരു പഴയ പള്ളിയുടെ ഓടാ. പഴയ പള്ളിയുടെ ഓടാ. ഒരു ഓടാ ഞാൻ ഇത് വെച്ചിരിക്കുക നമ്മുടെ ഒരു ഇത് നശിച്ചു പോകും. ഏറ്റവും പഴയ പള്ളിയുടെ ഓടാ, ഇപ്പോഴത്തെ പള്ളിയല്ല. ഇത് കൊണ്ടുവന്ന് എവിടുന്നാ എങ്ങുന്നോ. ഇത് ബാസൽ മിഷൻ എന്ന് പറയുന്നത് മംഗലാപുരത്ത് ഉണ്ടാക്കിയ സാധനം. മംഗലാപുരം ഓക്കെ. ബാസൽ മിഷൻ ഉണ്ട് മാംഗ്ലൂർ. മംഗലാപുരം. ഓക്കെ, അതെ 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 അതെ. ഈ മംഗലാപുരത്ത് കൊണ്ടുവന്ന സാധനമാണ്. ഇതെങ്ങനെ കൊണ്ടുവന്നു ഇവിടെ? ഓക്കെ. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു ഓടിന് കാരണം നിൽക്കേ. ഓക്കെ, കനമുണ്ട്, നല്ല കനമുണ്ട് അല്ലേ? നല്ല വെയിറ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് എന്താ പറയാ, നമ്മുടെ മേലുകാവ് പഴയ പള്ളിയുടെ അപ്പം ചരിത്രപരമായിട്ട് രേഖകളിൽ ഇപ്പം ഈ ഓടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവശേഷിക്കുന്നത്. ഉള്ളൂ. നന്നങ്ങാടി ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ സാറതിപ്പോൾ അന്ന് ആ ഒരു ദീർഘദൃഷ്ടിയോടെ സാറത് എടുത്തു വെച്ചല്ലോ. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ. ഈ 10:45 അത് മണിയടിച്ചു. അതിൻ്റെ ഒരു സ്റ്റോറി എന്താ? 15 മിനിറ്റ് അടിച്ച് ബെല്ലടിക്കും. സാധാരണ നമ്മൾ 11 മണിക്കല്ലേ ബെല്ല് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയല്ല, രാവിലെ 6 മണിക്ക്, 6:15, 6:30, 6:45, 7 അങ്ങനെ അടിച്ചടിച്ച് 15 മിനിറ്റ് അടിച്ച് 10:45 നമ്മൾ അടിച്ച് നിർത്തി. ഓക്കെ, തീർത്തു. ഇനി രാവിലെ എത്ര മണിക്ക്? രാവിലെ 6 മണിക്ക് ആരംഭിക്കുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. അത് കൊള്ളാം, അടിപൊളി. സാറേ, മന്ദാമ്മയുടെ സ്റ്റോറി എനിക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. അത് 10 വർഷം അവരിവിടെ സേവനം ചെയ്തു. ഹോസ്പിറ്റലായിട്ടും നേഴ്സായിരുന്നു. അപ്പോൾ അവർക്ക് ലാംഗ്വേജൊക്കെ അവർ അത്യാവശ്യം പഠിച്ചു. അന്ന് റോഡില്ല. ഇല്ല. അതെ. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന് വേണം പറയാം. പോയി അവർ മരിച്ചുപോയി. അവരുടെ പടം നമ്മളെ പഴയ ബുക്കിനകത്ത് ഉണ്ട്. അത് നമുക്ക് എടുക്കാം. പിന്നെ അവർ നമുക്ക് എല്ലാ ക്രിസ്മസ് ദിവസങ്ങളിലും ക്രിസ്മസ് കാർഡ് അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തി നമുക്ക് കുട്ടികൾക്ക് തരുമായിരുന്നു. അതിലൊരു സെന്റൻസ് ആണ്, യേശു ക്രിസ്തു നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അവരെഴുതി. ടീച്ചേഴ്സിന് കൊടുക്കില്ല, സ്റ്റുഡൻസിന്, എല്ലാവർക്കും ഹിന്ദുക്കൾ എല്ലാം. അവിടെ 1000 പിള്ളേരുണ്ട്, 1000 പിള്ളേർക്കും കുട്ടികൾക്കെല്ലാം ഏത് ജാതി മതസ്ഥർക്കും അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെയ്യുന്നത് ഒരു വർഷത്തില് ഒരു പയറുണ്ട്, അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ വരുത്തുന്ന നീളമുള്ള പയർ, ചുവന്ന പയറാണ്. ഈ പയർ കൊണ്ടുവന്നിട്ട് 4 വീതം ഒരു കുടുംബത്തെ 5 പിള്ളേരെന്ന് വിചാരിച്ചു, 5 പിള്ളേർക്കും 4 വീതം കൊടുക്കും. അങ്ങനെ ചെയ്ത് ഫോറിനേഴ്സിന്റെ പേരെങ്ങനെയായിരുന്നു? ഒരു ടംബ്ലർ വീതം ഒരു പ്രത്യേക പയർ തരമാണ് ഓരോ കുട്ടിക്കും കൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് മുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം അതൊന്നും ഹോസ്പിറ്റൽ മുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം അവർ നിർമ്മിച്ചു. അതില്ല മരുന്നപ്പില്ല എന്ന് പറയണേ, ആൽമരം. അപ്പോൾ അവർ റോഡ് കൂട്ടുകാരാണ്. അവിടെ അവർ നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവരുണ്ടാക്കിയ പൂന്തോട്ടം ആശ്രീ. അവർ നേഴ്സായിരുന്നപ്പോഴേ പൂന്തോട്ടം അവർ നിർമ്മിച്ചു. ഒരു ചെറിയ കെട്ടിടവും അവരുടെ ചെലവിൽ അവിടെ പണിയിച്ചു. സ്വമേധയായി ഈ നാട്ടിൽ വന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ആ മഹതിയുടെ മുൻപിൽ എൻ്റെ ശിരസ് കുലിക്കട്ടെ, കൈകൾ കൂപ്പിട്ടു. രണ്ടാമത് നമ്മൾ അത് ആദരിച്ചു. അങ്ങനെ പണ്ട് നമ്മുടെ നാട്ടിൽ കുരുമുളക് കൃഷിയായിരുന്നു കൂടുതൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെയാണ് കാപ്പി കൃഷി വന്നത്. ഹെൻറി ബേക്കറാണ് അതിൻ്റെ തുടക്കമിട്ടതെന്നും അറിയുന്നു. അവിടെ കാപ്പി കൊണ്ടുവന്ന ഹെൻറി ബേക്കറിൻ്റെ അപ്പനാവുണ്ടെന്ന് പറയാറുണ്ട്. കാപ്പി
ഇവിടെ കൊണ്ട് നട്ടതും നട്ടതും ആ അങ്ങനെയാണല്ലോ മേലവിടെയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ഇത് കാപ്പിത്തോട്ടമൊക്കെ ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. അല്ലേ? കളപ്പുരിക്കൽ കളപ്പുര പാറ മുതൽ അതെ താഴെ അതെ അതെ മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള ഭൂമി എൻ്റെ മുതുമുത്തച്ഛൻ്റെ വകയായിരുന്നു. ഓക്കെ കളപ്പുരക്കടായിരുന്നു. ഓക്കെ കളപ്പുരക്കരയായിരുന്നു. ആ താഴെ പഞ്ചായത്ത് ഇരിക്കുന്നില്ലേ, അവിടെ വരെ കളപ്പുരക്കടായിരുന്നു. അതെ.